LP സ്കൂളിലെ വിദ്യാർത്ഥികളോട് സ്കൂളിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയ സ്കൂളിലെ പാർട്ട് ടൈം സ്വീപ്പറെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏരൂർ ഭാരതീപുരം തുമ്പോട് സ്വദേശി 62 വയസ്സുള്ള കുമാരപിള്ളയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച സ്കൂളിലെ ഒരു പെൺകുട്ടിയാണ് മാതാപിതാക്കളോട് ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഒന്നിൽ കൂടുതൽ കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം പുറത്തു വന്നത്. ഇതോടെ രക്ഷിതാക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഏരൂർ പോലീസ് അന്വേഷിക്കുകയും പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുക്കുകയും കുട്ടികളുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതേസമയം കുമാരപിള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നമ്മുടെ പഴയൊരു സ്കൂളിലെ LP സ്കൂളിലെ ഒരു കുറച്ച് കുട്ടികളെ അവിടുത്തെ പ്യൂണ് ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി വന്നതിനെ തുടർന്നാണ് നമ്മൾ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ച് ഈ സ്കൂൾ സീസൺ തുടങ്ങി, അതായത് ഈ വർഷം സ്കൂൾ തുടങ്ങി ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇയാളുടെ ഉപദ്രവം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഫസ്റ്റ് ട്രിപ്പാണ്, സ്കൂളിൻ്റെ ജീപ്പിലാണ് ഈ കുട്ടികൾ പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ് അവിടെ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 8:40 ആവും. അപ്പോൾ ആ സമയത്ത് മറ്റാരും കാണത്തില്ല, ടീച്ചേഴ്സൊന്നും അവിടെ ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പത്രം വായിച്ചിട്ട് ന്യൂസ് എഴുതണം എന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രം വായിച്ച് ന്യൂസ് എഴുതാനായിട്ട് പത്രങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ കുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് അവിടെ ഉള്ളത്. അയാൾ പ്യൂണും കൂടെ ചേർന്നാണ്. അപ്പോൾ ഇയാൾ അവിടെ വരുമ്പോഴത്തേക്ക് കുട്ടികളെ പല രീതിയിലും പിന്നെ ആവശ്യമില്ലാതെ പല സ്ഥലങ്ങളും സ്പർശിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് വന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരു കുട്ടി 1-ാം തീയതി ഒരു അനുഭവം ഉണ്ടായപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ ആ സമയത്ത് മറ്റു കുട്ടികളും 2 കുട്ടികളും കൂടെ അടുത്തുണ്ടായിരുന്നു. അപ്പം അവർക്കും കൂടെ ഈ സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായതും സ്കൂളിലെ ടീച്ചർമാരുടെ അടുത്ത് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പേടിച്ചിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. ആ അമ്മ മറ്റു കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് പുറത്ത് അറിയാൻ ഉള്ളൊരു സാധ്യത ഉണ്ടായത്. അപ്പോൾ പറയുന്നത് ഇതിന് മുമ്പും പലപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇയാളാണ് ബെല്ലടിക്കുന്നത്. അപ്പോൾ സാധാരണ 4A കുട്ടികളും 3A കുട്ടികളും ഒരു സ്ഥലത്താണ്, 3A പോയിരിക്കുന്നത് കാലത്തെ ഈ 8:40 ഫസ്റ്റ് വണ്ടി വരുമ്പോൾ. അപ്പോൾ അവിടെ നിന്നാണ് ഈ പത്ര കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ബെല്ലടിച്ചിട്ട് ഉച്ചയ്ക്ക് ബെല്ലടിച്ച് വിടാൻ നേരത്തും പിന്നെ 11 മണിക്ക് കഞ്ഞി കുടിക്കാനുള്ള ഒരു സമയമുണ്ട്. 11 മണിക്ക് കഞ്ഞി കുടിക്കാനുള്ള സമയത്തും ഇയാൾ ബെല്ലടിച്ചിട്ട് അവിടെ നിൽക്കുമെന്നും ഈ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം 2-ാം തീയതി നമുക്കൊരു 4 കുട്ടികളുടെ പരാതി വന്നിരുന്നു. അതുകൂടാതെ ഇന്നലെ ഒരു കുട്ടിയുടെയും കൂടെ പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 കേസുകളുണ്ട്. ഈ 5 കേസുകളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ കോടതിയിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ മൊഴി അനുസരിച്ച് മൊത്തത്തിൽ 7 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടെന്നും 7 കുട്ടികൾക്കും സമാന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ആ കുട്ടിയുടെ മൊഴി. പക്ഷേ നമുക്ക് 5 കുട്ടികളുടെ പരാതിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി പരാതികൾ വരുവാണെങ്കിൽ തീർച്ചയായും ടേക്കപ്പ് ചെയ്ത് അതും കേസെടുക്കുന്നത്. ഉദരം തുടങ്ങിയത് അതാണ് പറയുന്നത്. ഈ സ്കൂൾ സീസൺ തുടങ്ങി 2-3 മാസം കഴിഞ്ഞത് മുതൽ ഒരു കൃത്യമായ ഡേറ്റ് ഒന്നും കുട്ടികൾക്കറിയില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. പല സ്കൂളുകളിലും ഇത്തരത്തിൽ ഈ പോക്സോ കേസുകൾ സ്കൂളിൻ്റെ പേര് പുറത്തു ഒതുക്കി തീർക്കുന്ന പ്രവണത നിലവിലുണ്ട്. അത് എങ്ങനെ സാറ്? അത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് എനിക്ക് മറ്റൊന്നും പറയുകയില്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് അങ്ങനെ പരാതി വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതി വന്നിട്ടില്ല. കാരണം ഡയറക്റ്റ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് പരാതി തന്നിട്ടുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്കൂൾ അധികൃതർ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ പോലും, ജനറൽ പബ്ലിക് ആണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൺസീൽ ചെയ്ത് വെക്കാൻ പാടില്ല. നമ്മളത് ഒളിപ്പിച്ച് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും കൂടെ അതിനകത്ത് പ്രതിയായി പോകും. ആരാണോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന അയാളും കൂടെ അതിനകത്ത് പ്രതിയായി പോകും. അപ്പം എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നോ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ് ലൈനിൽ അറിയിക്കുക. എവിടെയെങ്കിലും നിങ്ങളിത് പുറത്ത് അറിയിച്ചില്ല, ഒതുക്കി തീർക്കാൻ നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അതിനകത്ത് പ്രതിയായി പോകുന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതാരായാലും അധ്യാപകരായാലും ജനറൽ പബ്ലിക് ആയിപ്പോലും. ആശുപത്രിയിൽ നിന്നും കുമാരപിള്ളയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു.